അത് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയെടുത്ത ഒരു അവസ്ഥ എന്താണ്? അപ്പൊ ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തീ തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ, അവ കണ്ണൂര് വിടാനുള്ള സമയമായിട്ടില്ല. കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് പോലീസുകാരും ഇറങ്ങിയിട്ടുണ്ട്. പിടിക്കപ്പെടും, അതെന്തായാലും പിടിക്കപ്പെടും. ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവന് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലപ്പുറം ഇവൻ ചെയ്തു കൂട്ടും. അത് പറ്റില്ല. ഇവനായിട്ട് ഒരു സുരക്ഷിത വെച്ചേ പറ്റൂ. അത് ഇനി നിർബന്ധമുള്ള കാര്യമാണ്. അത് ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവൻ ഇത്രയും ചെയ്തത്. പക്ഷെ ജയിലിൽ ചാടാൻ ഇവന് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല. അതെന്തായാലും അത് നടക്കില്ല, അത് ഉറപ്പാണ്. കാരണം ഇത് ചെറിയ മതിലല്ല, കുഞ്ഞു മതിലല്ല എടുത്ത് ചാടുന്നതല്ല. അത് ഇത്രയും വലിയൊരു മതിലാണ്. ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ തീർച്ചയായും പിന്നെ അവിടുന്ന് ഒരാൾ സപ്പോർട്ട് ഉണ്ട്. അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ട് ഉണ്ട്. അത് ശരിക്കും അന്വേഷണം വേണമല്ലോ. അത് അന്വേഷണം വന്നാലേ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് അന്വേഷിക്കണമല്ലോ നമ്മള്. അത് അന്വേഷിക്കാതെ എങ്ങനെയാ ഇവനെങ്ങനെ ജയിലിൽ ചാടിയെന്ന് അത് അന്വേഷിക്കണ്ടേ? മണിക്കൂറുകൾ പിടിക്കാൻ കഴിഞ്ഞത് എന്താ? ഇവൻ അത്രയും ദൂരം ഇവന് പോവാൻ സമയമില്ല. കാരണം അവൻ അത്രയും അത് കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ പറയട്ടെ, അവിടെയുള്ള നാട്ടുകാര്, ഞാൻ പറഞ്ഞില്ലേ, ഇന്നും കണ്ണൂരിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ? അമ്മ സൗമ്യയുടെ അമ്മയല്ല അമ്മ, സുഖമായിരിക്കുന്ന അമ്മ, എന്താ അമ്മ എന്ന്. ആ ചോദ്യത്തിൽ അവരെന്നോട് പറയണ ഒറ്റ വാക്കുള്ളൂ, എന്തെന്നറിയോ? അമ്മ ഇന്നും അവൻ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊന്നു കളഞ്ഞിരുന്നു എന്നാണ് അവര് പറയണത്. അപ്പൊ അത്രയും അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട്. അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാരക്കോടി ജനങ്ങള്. എനിക്ക് അവരോട് വാക്കുകളേ ഇല്ല. എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല. എനിക്ക് അത്രയേറെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അവരുടെ കാര്യത്തിൽ അറിയില്ല. കാരണം എനിക്ക് ഒന്നും അവരോട് പറയാണ്ടായിരുന്നു. അത് കിട്ടിയപ്പോ തന്നെ അവരെ കൊല്ലായിരുന്നില്ലേ എന്ന്. എന്തിനാ ഈ പോലീസും നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിനും നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് തൂക്കുകയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവന് തൂക്കുകയറ് ഇവനുള്ള ശിക്ഷ എന്താന്ന് അറിയാം? തൂക്കുകയറിന് മേലെ ഇവന് ശിക്ഷ ഇല്ല. ഇത്രയും വലിയൊരു ക്രിമിനല് നമ്മൾ എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവന് ജീവിതകാല അവസാനം വരെ ഇവൻ പുറലോകം കാണരുത് വിചാരിച്ച് നമ്മൾ ഇവനെ ചെയ്തു വെച്ചിട്ട് അവസാനം ഇവൻ ചെയ്ത പണി എന്താ? അത്രയും വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കുന്നത്. അപ്പൊ ആ ജയിലിൽ ചാടി അവന് ഇനി ഇതിനും വലിയ ശിക്ഷ വേറെ ഒന്നുമില്ല, തൂക്കുകയറ്. എത്രയും വേഗം അതിനുള്ളൊരു ഈ നിയമം നമ്മളെ ഇതൊക്കെ കൊണ്ടുവന്ന അത് വലിയൊരു സന്തോഷം തന്നെയാണ്. സുപ്രീം കോടതി വിധി ഇനി എന്തായെന്ന് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല. കാരണം നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പൊ ഇത് ഈ കേസും കാര്യങ്ങളും കൊണ്ടുപോയി കിഴിക്കോടതിനും ഹൈക്കോടതിനും എല്ലാം നമുക്ക് തൂക്കുകയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സുപ്രീം കോടതി പോയപ്പോഴാണ് ഇത് ഇങ്ങനെയെല്ലാം ആയി തീർന്നത്. അപ്പൊ ഇവന് തൂക്കുകയറില്ല എന്ന് വിധിച്ചപ്പോൾ നമുക്കിവിടെ വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ കൂടി അങ്ങനെ ഞങ്ങള് മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് വീണ്ടും ഞങ്ങളത് കൊടുത്ത ശേഷമാണ് ഇവന് പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത്. അപ്പൊ ഇനി അതല്ല, ഇനി ഇവന് തൂക്കുകയർ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു ഇത് ചെയ്ത ക്രിമിനൽ, ഇത്രയും വലിയൊരു കാര്യം ചെയ്ത അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ